പക്ഷെ എന്റെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഞാൻ തരുന്നത് പറഞ്ഞാൽ കറക്റ്റ് പരീക്ഷയ്ക്ക് വരുന്ന കണ്ടന്റ് ആണ്, അത് വിട്ട് കളയരുത്. ഏഷ്യയിലുള്ള ഒരു രാജ്യമാണല്ലോ ഇന്ത്യ, ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഉണ്ടാവുന്ന കാലാവസ്ഥ മറ്റു രാജ്യങ്ങളിലുമായിട്ട് വ്യത്യസ്തമാണ്. മാത്രമല്ല ഇന്ത്യക്കുള്ള ഒരു അനുഗ്രഹം എന്താണ് ഈ കാലാവസ്ഥയിൽ എന്നുള്ളത് നമുക്ക് നോക്കാൻ സാധിക്കും. അവിടെ നമ്മൾ മറന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അറിയാത്തതായിട്ടുള്ള ഈ ഒരു ശിലായുഗത്തെ കുറിച്ച് ഒന്നറിഞ്ഞിരിക്കുക എന്നുള്ളതും മാത്രമല്ല, ഇതിൽ നിന്നും ഒരു പരീക്ഷയ്ക്ക് ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് എഴുതി പിടിപ്പിക്കാനുള്ളതും കൂടെ നമുക്കിവിടെ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് പോകുന്നത്. അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ മാത്രം നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി. കാരണം എന്താന്ന് വെച്ചാൽ പരീക്ഷ എഴുതാൻ സമയത്ത് നമുക്ക് ഇത് മാത്രമാണ് നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരിക. അല്ലാതെ ആ കാലഘട്ടം ഫുള്ളായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ചരിത്രം പഠിച്ച് തീരാൻ പറ്റില്ല. ഇന്ത്യക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഒരു 10 കൊല്ലം പഠിക്കാനുള്ള ചരിത്രം ഇന്ത്യക്കുണ്ട്. ബട്ട് നമുക്ക് 6 മാസത്തിൽ ഇപ്പൊ നമ്മളെ കയ്യിൽ എത്ര ഉള്ളൂ, 2 മാസം ഉള്ളൂ. സോ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം മക്കൾ എന്റെ ക്ലാസ്സുകൾ കേൾക്കാൻ. നമ്മുടെ ഇന്ത്യയുടെ വടക്കൻ ഭാഗങ്ങളിലാണ് പർവ്വത നിരകളായിട്ട് ഹിമാലയ നിൽക്കുന്നത്. അത്രയും വലിയ ഉയരങ്ങളിൽ ഈ ഹിമാലയൻ പർവ്വതങ്ങൾ അങ്ങനെ നീണ്ടു നിവർന്ന് നിൽക്കുമ്പോൾ ഒരുപാട് ഉപകാരങ്ങൾ നമ്മുടെ ഇന്ത്യക്കുണ്ട്. നമ്പർ 1,